The pressure at the bottom of a tank containing a liquid does not depend on, and different options are given: acceleration due to gravity, height of the liquid column, area of the bottom surface, nature of the liquid. Liquid pressure എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ബേസ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പ്രഷർ ഡ്യൂ ടു ലിക്വിഡ്, ലിക്വിഡ് എന്നോ ഫ്ലൂയിഡ് എന്നോ പറയാം. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ലിക്വിഡ് ഓർ ഗ്യാസ്, ഒരു എച്ച് ഹൈറ്റിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന്റെ ബോട്ടത്തിൽ, ആ എച്ച് ഹൈറ്റ് കൊണ്ടുണ്ടാകുന്ന അതിന്റെ ഏറ്റവും ബോട്ടം പോയിന്റിൽ ആ ലിക്വിഡിന്റെ വെയിറ്റ് കൊണ്ട് അതിന്റെ ബോട്ടത്തിൽ ഉണ്ടാകുന്ന പ്രഷർ ഇക്വേഷൻ ആണ് P equal to H rho G. H എന്ന് പറയുന്ന ഹൈറ്റ് ആണ്, rho that is the density of that liquid, and G is acceleration due to gravity. അപ്പൊ ഈ മൂന്ന് ക്വാണ്ടിറ്റികളെയാണ് ഡിപെൻഡ് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് does not depend on എന്നാണ്. അപ്പോൾ അതിന് ഏരിയ ഓഫ് ബോട്ടം സർഫേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഷുവർ ആണ്, ഏരിയ ഓഫ് ബോട്ടം സർഫേസ് അതിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. അതിന് കണ്ടെയ്ൻ ചെയ്യുന്ന ടോട്ടൽ ലിക്വിഡിന്റെ ക്വാണ്ടിറ്റിയെ അത് ഡിപെൻഡ് ചെയ്യുന്നില്ല. ബട്ട് അതിന്റെ ഹൈറ്റിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നു. എത്ര ഹൈറ്റ് ഉണ്ട് എന്നേ നോക്കുന്നുള്ളൂ. ഈ സെയിം കോൺസെപ്റ്റ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു തരത്തിലും പരിചയപ്പെടാറുണ്ട്. അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അതിന് ഡിഫറെന്റ് ടൈപ്പ് ഓപ്പണിങ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു കണ്ടെയ്നറിൽ ഇങ്ങനെ വാട്ടർ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓപ്പണിങ്സ് ഉണ്ട് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ലെവൽ നമ്മൾ എടുത്താൽ ഇവിടെ ഇതിന് നേരെ താഴെ ഇവിടെ ഒരു എ എന്നൊരു പോയിന്റ് എടുക്കാം, ഇതിന് താഴെ ബി എന്ന പോയിന്റ് എടുക്കാം, ഇവിടെ നമുക്ക് സി എന്ന പോയിന്റ് എടുക്കാം, ഹിയർ അനദർ പോയിന്റ് ഡി. ഓക്കെ, ഇതിന്റെ ഒക്കെ മുകളിലുള്ള വാട്ടറിന്റെ കണ്ടന്റ്, ടോട്ടൽ വാട്ടറിന്റെ മാസ് ലെവൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അതിന്റെ മുകളിലേക്കുള്ള വാട്ടറിന്റെ ഹൈറ്റ് എല്ലാ എക്സാമ്പിളിലും സെയിം ആണ്. അതുകൊണ്ട് തന്നെ എ ബി സി ഡി എന്ന പോയിന്റുകൾ സെയിം പ്രഷർ ഉള്ള പോയിന്റുകളായിരിക്കും. അതിന് മുകളിലേക്ക് കൂടുതൽ വാട്ടറിന്റെ കണ്ടന്റ് അല്ല നമ്മൾ നോക്കുന്നത്, എത്ര ഹൈറ്റിലേക്ക് വാട്ടർ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ അടുത്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന വാട്ടർ ആവട്ടെ, ഫോർ എനി ലിക്വിഡ്, ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ഉറപ്പായിട്ടും ആ പ്രഷർ ഡിപെൻഡ് ചെയ്യും. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപെൻഡ് ചെയ്യും. അപ്പോൾ ഇത് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനുള്ള പ്രഷറിന്റെ ഏറ്റവും ബേസ് ഐഡിയ ആണ്, ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, a cube floats in water with 1/3 part is outside the surface of water, and it floats in a liquid with 3/4 part is outside the liquid. Then the density of liquid is. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആൻഡ് ബുയോയൻസിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ക്യൂബിനെ വാട്ടറിലും മറ്റൊരു ലിക്വിഡിലും പ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് സിറ്റുവേഷൻസ്. വാട്ടറിൽ ആ ക്യൂബിനെ പ്ലേസ് ചെയ്തപ്പോൾ ഫ്ലോട്ട് ചെയ്യാണ്, ഒഴുകി നിൽക്കുകയാണ്. പക്ഷെ അതോടൊപ്പം ഒരു കാര്യം പറയുന്നുണ്ട്, ഒഴുകി നിൽക്കുമ്പോൾ ആ ക്യൂബിന്റെ 1/3 ഔട്ട്സൈഡാണ്, എന്ന് വെച്ചാൽ 2/3 അതിന്റെ ഉള്ളിലേക്ക് മുങ്ങി നിൽക്കുകയാണ്. സെയിം ടൈം അതേ ക്യൂബിനെ നമ്മൾ ഒരു ലിക്വിഡിലേക്ക്, മറ്റൊരു ലിക്വിഡിലേക്ക്, ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടാക്കണം, മറ്റൊരു ലിക്വിഡിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്തപ്പോൾ മനസ്സിലാവുന്നത് ആ ക്യൂബിന്റെ 3/4 ഔട്ട്സൈഡാണ്. അതായത് 1/4 മാത്രമേ ഉള്ളിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. അതും ഫ്ലോട്ടിംഗ് ആണ്. ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, എപ്പോഴാണ് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യാം? ഫ്ലോട്ട് ചെയ്യുന്നതിന്റെ റീസൺ ഇതാണ്, ഏതൊരു ബോഡിക്കും താഴേക്ക് എപ്പോഴും ഒരു വെയിറ്റ് ഉണ്ടാകും. ആ വെയിറ്റ് കൊണ്ട് താഴേക്ക് വീഴുന്നില്ല ആ ബോഡി അവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക. കാരണം ആ വെയിറ്റിനെ മറ്റൊരു ഫോഴ്സ് ബാലൻസ് ചെയ്യാൻ. ഇവിടെയാണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആ ഫോഴ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ബുയോയൻ ഫോഴ്സ്, അല്ലെ? ഏതൊരു ബോഡിയെയും നമ്മൾ ഒരു ലിക്വിഡിലേക്ക് പ്ലേസ് ചെയ്താൽ ആ ലിക്വിഡ് ചിലപ്പോൾ ആ ബോഡി കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആകും. ഇമ്മേഴ്സ്ഡ് ആകുന്ന ടൈപ്പ് പ്രോബ്ലം നമുക്ക് അടുത്ത് വരുന്നുണ്ട്, അത് കാണാം. ചിലപ്പോൾ ആ ബോഡി ഫ്ലോട്ട് ആകും. രണ്ട് സിറ്റുവേഷൻ ആണ്, ഫ്ലോട്ട് ആവാം, കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആവാം. ഫ്ലോട്ടിങ്ങിന്റെ സിറ്റുവേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഫ്ലോട്ടിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവേണ്ട കാര്യം mg എന്ന് പറയുന്ന വെയിറ്റും ബുയോയൻ ഫോഴ്സും ബാലൻസ്ഡ് ആവണം. mg കൊണ്ട് താഴേക്കും വീഴാൻ പറ്റുന്നില്ല, ബുയോയൻ ഫോഴ്സ് അതിന്റെ മുകളിലോട്ടേക്ക് താങ്ങി നിർത്തുകയും ചെയ്യുന്നു. സോ ഫ്ലോട്ടിങ്ങിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, ഫ്ലോട്ടിംഗ്, എല്ലാ ഫ്ലോട്ടിംഗ് ബോഡിയിലും വെയിറ്റ് ഷുഡ് ബി ഈക്വൽ ടു ബുയോയൻ ഫോഴ്സ്.
ഇനി ബുയോയന്റ് ഫോഴ്സ് എങ്ങനെയൊക്കെയാണ് FB ബുയോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചും ഒരു തിയറിയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആർക്കിമിഡീസിന്റെ ഐഡിയ ഇതായിരുന്നു, ഏതൊരു ബോഡിയിലേക്കും നമ്മൾ ഇങ്ങനെ ഒരു ലിക്വിഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ബോഡിയിലേക്ക് ഒരു അപ്വേർഡ് ത്രസ്റ്റ് വരികയാണ്. അതിനെയാണ് നമ്മൾ ബുയോയന്റ് ഫോഴ്സ് എന്ന് വിളിച്ചത്. ആ അപ്വേർഡ് ത്രസ്റ്റ് ആ ബോഡി വാട്ടറിലേക്ക് വന്നപ്പോൾ വാട്ടറിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്ര നോക്കണം. നമ്മൾ നേരത്തെ ആർക്കിമിഡീസുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ഒക്കെ കേട്ടപ്പോൾ നമുക്കറിയാം, നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ടബിലേക്ക് കുളിക്കാൻ വേണ്ടി ആർക്കിമിഡീസ് കയറിയപ്പോൾ കുറെ വെള്ളം പുറത്തേക്ക് ഒലിച്ചുപോയി എന്നാണ് പറയുന്നത് അല്ലെ. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. പുറത്തേക്ക് ഒലിച്ചു പോകണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ഇപ്പോൾ ഒലിച്ചു പോകാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിറഞ്ഞു നിൽക്കുന്നില്ല. ബട്ട് എന്തായാലും നമ്മളൊരു മറ്റൊരു ബോഡിയെ അതിലേക്ക് ഇട്ടാൽ ആ ബോഡിയുടെ കുറച്ച് വോള്യം ഭാഗം, അതാണ് 1/3 3/4 എന്നൊക്കെ പറയുന്നത്, കുറച്ച് വോള്യം ഭാഗം വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അത്രയും വെള്ളത്തിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. ആ ഡിസ്പ്ലേസ്ഡ് വാട്ടറിന്റെ വെയിറ്റ് ആണ് ബുയോയന്റ് ഫോഴ്സിന്റെ വാല്യൂ എന്നുള്ളതായിരുന്നു ആർക്കിമിഡീസിന്റെ ആ പ്രിൻസിപ്പിളിന്റെ ഏറ്റവും പീക്ക് പോയിന്റ്. അതാണ് അതിന്റെ മെയിൻ പോയിന്റ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബുയോയന്റ് ഫോഴ്സ് കാണുന്ന ഒരു ഐഡിയ ഞാൻ ഇപ്പുറത്ത് മറ്റൊന്ന് പറയുകയാണ്. ബുയോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈക്വൽ ആയിരിക്കും. എത്ര വാട്ടർ ആണ് ഡിസ്പ്ലേസ് ചെയ്തത്, നീങ്ങിപ്പോയത്, ആ നീങ്ങിപ്പോയ വാട്ടറിന്റെ വെയിറ്റ് ഈക്വൽ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mg അല്ലേ. അപ്പോൾ mg നമ്മൾ എങ്ങനെ എഴുതുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു g, mg, where weight equal to mg, then that is again equal to, ഞാൻ ആ ബുയോയന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ വരുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരികയാണ്. ആ തിയറിയും കൂടെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഈസ് മാസ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി, കറക്റ്റ് അല്ലേ. അപ്പോൾ മാസ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ ഓർ ലിക്വിഡ്, കേട്ടോ, വാട്ടർ തന്നെ ആവണമെന്നില്ല, ലിക്വിഡ് എന്ന് നോക്കാം നമുക്ക് അവിടെ. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു g. ഇവിടെയാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് വരുന്നത്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എത്രയായിരിക്കും? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് എത്ര വോള്യമുള്ള ഈ ഭാഗം ഉള്ളിലേക്ക് കയറിപ്പോയോ അത്രയും വോള്യം അല്ലേ ഡിസ്പ്ലേസ്ഡ് ആവുക. എന്തിനാ വാട്ടർ ഡിസ്പ്ലേസ് ആയത്? അതിലേക്ക് മറ്റൊരു ഒബ്ജക്റ്റ് വരുന്നു. ആ ഒബ്ജക്റ്റിന്റെ കുറച്ച് വോള്യത്തിലെ ആ വോള്യം നേരത്തെ വാട്ടർ നിന്ന സ്ഥലത്തായി ഇപ്പോൾ ഉള്ളത് കണ്ടോ. ഇത്രയും സ്ഥലത്ത് നേരത്തെ ഇതില്ലായിരുന്നെങ്കിൽ ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് നേരത്തെ വാട്ടർ ആയിരുന്നു, ശരിയല്ലേ. ഇപ്പൊ അവിടെ വാട്ടർ ഇല്ല, അവിടെ ആ സോളിഡ് ബോഡിയാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെയുള്ള വാട്ടർ ഡിസ്പ്ലേസ് ചെയ്ത് പോയത്. അപ്പൊ ഡിസ്പ്ലേസ് ചെയ്ത് പോയ വാട്ടറിന്റെ വോള്യം എന്ന് പറയുന്നത് ആ ഇമ്മേഴ്സ്ഡ് വോള്യം ഓഫ് സോളിഡ് ആയിരിക്കില്ലേ. അപ്പോൾ വോള്യം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്നുള്ളത് നമുക്ക് എന്ത് കൊടുക്കാം? വോള്യം ഓഫ് വാട്ടറിന് പകരം നമുക്ക് വോള്യം ഓഫ് ബോഡിയും കൊടുക്കാം. ഇമ്മേഴ്സ്ഡ് ആണെങ്കിൽ ആ ഇമ്മേഴ്സ്ഡ് വോള്യം, ടോട്ടൽ വോള്യം അല്ലേ, വോള്യം ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ് ഇൻറ്റു, ഇനി എന്തൊക്കെയാണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ. അവിടെ കൊണ്ട് ഡെൻസിറ്റി ഓഫ് ബോഡി കൊടുക്കരുത്, ഇവിടേക്കാണ് തെറ്റിപ്പോവാ. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമ്മൾ എന്തുമാത്രം ഇക്വേറ്റ് ചെയ്ത്, ആക്ച്വലി ഇത് വോളിയം ഓഫ് വാട്ടർ ആയിരുന്നു, ബട്ട് വോളിയം ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ബോഡി. അവിടെ കൊണ്ടുപോയിട്ട് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈക്വൽ ഡെൻസിറ്റി ഓഫ് ബോഡി എന്ന് കൊടുക്കരുത്. അപ്പൊ ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നെ ഇൻറ്റു g. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ബുയോയന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു g. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇതാണ് ബുയോയന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വേണം നമുക്ക് ഇവിടെ കൊടുക്കാൻ. അത് വാട്ടറിലും കൊടുക്കണം, ദെൻ മറ്റൊരു ലിക്വിഡിലും കൊടുക്കണം. ലിക്വിഡ് ആകുമ്പോൾ ഈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നുള്ള സ്ഥാനത്ത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആകും. വോളിയം ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡിന്റെ അളവ് ഇവിടെ 1/3 ഔട്ട്സൈഡ്, അപ്പോൾ 2/3 ഇമ്മേഴ്സ്ഡ്. ഇവിടെ 3/4 ഔട്ട്സൈഡ്, അപ്പോൾ 1/4 ഇമ്മേഴ്സ്ഡ്. നമുക്ക് നോക്കാം ഈ സിറ്റുവേഷനിൽ. ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നു വെയിറ്റ് എന്ന് പറയുന്നത് mg. Okay, ബോഡിയുടെ വെയിറ്റ് mg, that is equal to buoyant force, where buoyant force is volume of body, immersed volume into density of water into g. That is equal to എത്ര volume of body immersed, that is 2/3 into density of water into g. ഇതാണ് ആദ്യത്തെ കേസിൽ.
Then equation അവിടെ നിൽക്കട്ടെ mg. We can call it as equation number 1. Now അടുത്ത സിറ്റുവേഷനിലേക്ക് വരുമ്പോഴോ വീണ്ടും ബോഡിയുടെ വെയിറ്റ് തന്നെ, ബോഡി മാറിയിട്ടില്ല, അതുകൊണ്ട് എം ജി മാറില്ല. അപ്പൊ രണ്ടാമത്തെ കേസിൽ വരുമ്പോഴും എം ജി ഈസ് ഈക്വൽ ടു എഫ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ വോളിയം ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ്, അവിടെ ഇമ്മേഴ്സ്ഡ് വോളിയം എത്രയാ, ദാറ്റ് ഈസ് 1/4 ഇൻറ്റു നേരത്തെ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരുന്നു, അത് മാറി ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആകും. സോ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി. ലെഫ്റ്റ് സൈഡ് ഈക്വൽ, രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വൽ, അപ്പൊ നമുക്ക് റൈറ്റ് സൈഡും ഈക്വൽ എന്ന് പറയാം. therefore 2/3 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജി ഞാൻ എഴുതുന്നില്ല, കാരണം ഇക്വേഷന്റെ അപ്പുറത്തെ സൈഡിലും ഇൻറ്റു ജി വരും, അത് രണ്ടും കട്ടായി പോകും. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ബാക്കിയുള്ളത് 1/4 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. നമ്മൾ ചോദിച്ചത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എത്രയാണ്. therefore ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു, ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഈ 4 ഇങ്ങോട്ട് കയറി വരും. സോ 2 × 4 8/3 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിൽ, അത് 1 ആണ് നമുക്കറിയാം. സോ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു 8/3. അപ്പോൾ ബയോൺ ഫോഴ്സുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ആയിരുന്നു. അടുത്ത പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻസിന് നേരെ എടുത്തിട്ട് അങ്ങ് ചെയ്യുക. ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ ബയോൺ ഫോഴ്സ് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് കാണിച്ചു തന്നത്. ക്ലിയർ ആണോ? അക്കോർഡിംഗ് ടു ബെർണോളിസ് ഇക്വേഷൻ P by rho g plus h plus half v square by g equal to constant. The terms A, B and C are generally called respectively. ബെർണോളിസ് ഇക്വേഷന്റെ ആ ഒരു ബേസും കൂടെ ഈ പ്രോബ്ലത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് പൈപ്പാണ്. ആ പൈപ്പിന്റെ ഡിഫറെന്റ് എൻഡുകൾ നമ്മൾ നോക്കുമ്പോൾ ആ ഡിഫറെന്റ് എൻഡുകളുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം അല്ല. ഓക്കെ, ഇവിടെ കുറഞ്ഞ ഏരിയ, ഇവിടെ കൂടുതൽ ഏരിയ. ദെൻ ഇതിലെ പോകുന്ന വാട്ടറിന്റെ വെലോസിറ്റി v1 ആണ്, ഇതിലെ പോകുന്ന വാട്ടറിന്റെ വെലോസിറ്റി v2. ഇവിടെയുള്ള ഹൈറ്റ് h1, ഇവിടെയുള്ള ഹൈറ്റ് h2. ഇതിലെ പോകുന്ന വാട്ടറിന്റെ പ്രഷർ P1, ഇതിലെ പോകുന്ന വാട്ടറിന്റെ പ്രഷർ P2. ഇങ്ങനെ നോൺ യൂണിഫോം ആയിട്ടുള്ള ഒരു പൈപ്പിലൂടെ, ഇത്രയും ക്വാണ്ടിറ്റികൾ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പൈപ്പിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ബെർണോളിസ് കണ്ടുപിടിച്ച ഐഡിയ ഇതാണ്. ആ പൈപ്പിന്റെ ഏതൊരു ഭാഗം എടുത്താലും ആ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിന്റെ 3 എനർജികളുടെ സം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ 3 എനർജികളാണ്, ഒന്ന് ഇത് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന കൈനറ്റിക് എനർജി, ഹൈറ്റ് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ കൊണ്ടുണ്ടാകുന്ന പ്രഷർ എനർജി. ഈ 3 എനർജികളുടെയും സം ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, എവിടെ ഏത് ഭാഗത്തെടുത്താൽ. തൽക്കാലം നമ്മൾ 2 പോയിന്റ് എടുക്കുകയാണ്, ഈ പോയിന്റിലെയും ഈ പോയിന്റിലെയും. ഇവിടെയുള്ള ആ 3 എനർജിയുടെ സം, kinetic energy plus potential energy plus pressure energy, that value is always equal to the sum of kinetic energy, potential energy, pressure energy at this point. എവിടെ എടുത്തു കഴിഞ്ഞാലും ആ 3 എനർജിയുടെയും സം ഈക്വൽ ആയിരിക്കും. അതിനെ മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, P by rho g plus h plus half v square by g is equal to a constant. ഈ 3 ടേമുകളെ വിളിക്കുന്ന പേരുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ആ തിയറി ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകണം. ഈ ടേമിനെ വിളിച്ച പേരാണ് പ്രഷർ ഹെഡ്. ഓക്കെ, ഇതിനെ വിളിച്ച പേരാണ് ഗ്രാവിറ്റേഷണൽ ഹെഡ്, ഇതിനെ വിളിച്ച പേരാണ് വെലോസിറ്റി ഹെഡ്. ഓക്കെ, അപ്പോൾ റെസ്പെക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ ഇതാണ് എ എന്നും ബി എന്നും സി എന്നും ഉദ്ദേശിച്ച 3 ഭാഗങ്ങൾ. അപ്പോൾ ആ എ ബി സിയുടെ കൃത്യമായ ഓർഡർ എന്ന് പറയുന്നത് പ്രഷർ ഹെഡ്, ഗ്രാവിറ്റേഷണൽ ഹെഡ്, വെലോസിറ്റി ഹെഡ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ബെർണോളിസ് ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലവും. ഓക്കെ, അപ്പോൾ അതോടുകൂടെ തൽക്കാലം നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഡിസ്കഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. 2-3 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക, ഓരോ പ്രോബ്ലവും ചെയ്ത് പഠിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ചാപ്റ്റർ ഡിസ്കഷനുമായിട്ട് കാണാം. അതുവരെ ബൈ.